ഹലോ ഗൈസ്, ചിലരൊക്കെ പറഞ്ഞു നിൽക്കാം തലേ ദിവസം എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ചെയ്യുമെന്നൊക്കെ. പക്ഷേ എനിക്കത് നടക്കാറില്ല കേട്ടോ. രാവിലെ ആയാലും ഞാൻ ആലോചിക്കും എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന്. അങ്ങനെ കുറച്ച് സമയമൊക്കെ പോകും, പക്ഷേ പ്ലാനിങ്ങും നല്ലതാണ്. തലേ ദിവസം നമ്മളെപ്പോഴും വെള്ളത്തിൽ അരി കുതിർത്തിടും. അപ്പോൾ ഇന്ന് അരി അരച്ചിട്ട് നെയ്പ്പത്തലും ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗ്രൈൻഡറിൻ്റെ അകത്തുനിന്ന് അരി അരക്കാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ തേങ്ങയൊക്കെ നല്ല ചന്ദനം പോലെ അരി കേട്ടോ. അപ്പോൾ നെയ്പ്പത്തലിന് വേണ്ടി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇന്ന് കട്ടിങ് ബോർഡൊന്നും എടുത്തിട്ടില്ല, ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുനുകുനാന്ന് അരിയാണ് കേട്ടോ. അപ്പോൾ ചെറുതായി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിയാനുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി അരിയുമ്പോൾ ചെറുതായിട്ട് കണ്ണെരിയുന്നുണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ ഞാൻ വേഗം അരിയാണ്. കാരണം ഇന്ന് ദേവൂസിന് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. 10:30 ആകുമ്പോൾ അവിടെ എത്തണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് എഴുന്നേക്കാനും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളകും വേണം, 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം, ആദ്യം ഞാൻ ഉള്ളി വാട്ടിയെടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ലോണം വാടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വാടിയതിന് ശേഷം പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വീണ്ടും വാട്ടി കൊടുക്കുകയാണ്. പിന്നെ മസാലാസ് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാല, അതൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചങ്ങ് വറ്റിയതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ഓപ്ഷനാണ്. ചിലർക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇഷ്ടം, പക്ഷേ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട അതിൻ്റെ അത് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ, അതായത് നെയ്പ്പത്തലൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും സംഭവം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ പത്തൽ ചൂടുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പരത്തി വെച്ചിട്ടുള്ള പത്തൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ പൊന്തി വരില്ല കേട്ടോ. ഇന്നത്തെ നെയ്പ്പത്തൽ നല്ല ടേസ്റ്റ് ആയിരുന്നു, കാരണം ഒരുപാട് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ദേവൂസിന് ഇത് കഴിപ്പിക്കാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ വായിൽ വെച്ചൊക്കെ കൊടുത്തെങ്കിലും അവൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അവസാനത്തെ അടവെടുത്തു. ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വായിൽ വെച്ച് കൊടുത്താൽ അറിയാതെ അങ്ങ് കഴിക്കും കേട്ടോ. അങ്ങനെ കുറേ സമയമെടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ നേരെ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് 10 മണിക്കായിരിക്കും, ഇടയ്ക്ക് 10:30 ആയിക്കോട്ടെ. അപ്പോൾ ഗ്രൂപ്പിൻ്റെ അകത്ത് അവർ ഇടാറുണ്ട് ഏത് സമയത്താണെന്ന് നോക്കി. അപ്പോൾ ഇന്ന് 10:30 ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് 10:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷ് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാഷയും കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോന്നു.